സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മംഗലം കളിയിൽ എ ഗ്രേഡ് നേടി നാടിന് അഭിമാനമായി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. മികച്ച പ്രകടനത്തോടെയാണ് ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മരത്തങ്കോട് സ്കൂൾ എ ഗ്രേഡ് നേടിയത്. ഈ കലോത്സവം മുതലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് 5 ഗോത്രകലകൾ മത്സര ഇനങ്ങളാക്കിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒരു ഗോത്ര നൃത്തരൂപമായ മംഗലം കളി ആചാരപരമായ നൃത്തമായതിനാൽ അതിനനുസരിച്ച പരിശീലനമാണ് മരത്തങ്കോട് സ്കൂളിലെ കുട്ടികൾക്കായി നൽകിയത്. നൃത്ത മത്സരങ്ങളിൽ പൊതുവായി മികവ് പുലർത്തുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്കായി പരിശീലനം ഒരുക്കി. അധ്യാപകനായ അജിത് മാസ്റ്ററുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും സതീഷ് കൈപ്പളി എന്ന പരിശീലകനെ എത്തിച്ചായിരുന്നു കൃത്യമായ പരിശീലനം ഒരുക്കിയത്. മറ്റ് അധ്യാപകരുടെയും PTA-യുടെയുമെല്ലാം നിറഞ്ഞ പിന്തുണയുണ്ടായതോടെ ഒന്നിച്ചുള്ള പരിശ്രമം സംസ്ഥാന തലത്തിലെ എ ഗ്രേഡ് നേട്ടം വരെയെത്തി. ശ്രീദുർഗ, വൈദേഹി, നവ്യ, അനഘ, അക്ഷയ, റോമിറ്റ്, ശ്രീനന്ദ, നന്ദന, സ്മൃതി, മവ്യ, ശരത്ത്, ആദർശ് എന്നീ 12 കുട്ടികളാണ് മംഗലം കളി അരങ്ങിൽ അവിസ്മരണീയമാക്കിയത്. മംഗലം കളി പോലുള്ള ഗോത്രകലകളിൽ വസ്ത്രത്തിനും ചായങ്ങൾക്കുമായി വലിയ സംഖ്യ മുടക്കേണ്ടി വരുന്നില്ല എന്നത് ആശ്വാസകരമാണെന്ന് ഇവർ പറഞ്ഞു. കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ മംഗലം കളി എന്നുള്ള ഐറ്റം ഞങ്ങൾക്ക് കുറച്ച് പേരെ കാസർഗോഡ് പരിചയമുള്ളത് കാരണം അവിടുന്ന് ഈ കലാരൂപവുമായി ബന്ധപ്പെട്ട 1-2 ടീച്ചേഴ്സിനെയും ട്രെയിനേഴ്സിനെയും ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ കുട്ടികളെ ഏകദേശം ഒരു 2 മാസത്തോളം പരിശീലിപ്പിച്ചിട്ടാണ് സ്റ്റേജിലേക്ക് കയറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഉയർന്നു നിന്ന് കളിക്കുന്നത് തീരെ കുറവാണ് ഇതിൻ്റെ പോർഷൻസ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് 15 മിനിറ്റോളം ഇങ്ങനെ നിന്ന് കളിക്കുന്നതിൻ്റെതായ സ്ട്രെയിൻ നല്ലതുപോലെ ഉണ്ട്. പക്ഷെ അതൊക്കെ അനുഭവിച്ചിട്ടാണെങ്കിൽ പോലും അതൊക്കെ ഉള്ളിൽ അവർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രോഗ്രാം ചെയ്തു. സ്റ്റേറ്റിൽ എ ഗ്രേഡ് നേടാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. തോർത്തുമുണ്ട്, മുണ്ട്, ബ്ലൗസ്, പാളത്തൊപ്പി ഇതുപോലെയുള്ളവ മാത്രം മതി മംഗലം കളിക്ക്. ശക്തമായ മത്സരത്തിനൊടുവിൽ സംസ്ഥാന തലത്തിലും മുന്നിലെത്താനായതിൻ്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് മരത്തങ്കോട് ഗവൺമെന്റ് സ്കൂൾ.